ഞാൻ അവനെ പുഴുത്ത പട്ടിയെ പോലെ കാണുകയുള്ളൂ എന്ന് മുത്തശ്ശിയോട് ഒരുത്തം പറയാ പോലും. അതായത് തൻ്റെ കൊച്ചുമകനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നിട്ടും ഇത് കേട്ടോണ്ടിരുന്ന മുത്തശ്ശി നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരത്തില്ലായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കക്കാർ, നാട്ടുകാർ ഇമാതിരിയുള്ള ഒറ്റയൊരുത്തിന് പോലും മാപ്പില്ല. കാരണം ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല. പലപ്പോഴും എന്ന് പറഞ്ഞ് ആൾക്കാർ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോഴേ അയ്യോ എന്നാ വാതിലടച്ചേ, ആ കുഞ്ഞ് എന്താ ഇങ്ങനെ കരയുന്നത്, ആ വാതിലൊന്നടച്ചേ, ശല്യം എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ് മിക്ക ആൾക്കാരും. ഇത് കേൾക്കുമ്പോഴേ, അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ നമ്മളൊരു ഒരാഴ്ച ഒരു ചർച്ച നടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ് നമ്മൾ ആരെങ്കിലും അന്വേഷിക്കലുണ്ടോ? അതായത് ഇവർക്കെന്ന് പറഞ്ഞ വലിയ പരിഗണനയാണ് പിന്നീട് കിട്ടുന്നത്. ഈ തന്തിയും തള്ളിയും ഇപ്പൊ ഇവറ്റകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിഗണനയാണ് കിട്ടുക. ഇവരുടെ ഒന്നും മേലെ ഒരു പോറൽ പോലും ഏൽക്കത്തില്ല. ഇവരൊന്നും ഒരു വേദന പോലും ഇവറ്റകൾ അറിയില്ല. ഇവരൊക്കെ വളരെ സുരക്ഷിതമാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തള്ളിയിട്ട് നല്ല രീതിയിൽ തീറ്റി പോറ്റിയിട്ട്, അതായത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലെ ഭക്ഷണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റണം. അതാ വേണ്ടത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്ക് ഇവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കും വേണ്ടാത്തവനായി മാറണം. അതാ വേണ്ടത്. ഇത് അങ്ങനെയല്ലല്ലോ. അവിടെ അല്ല ചിക്കനും മട്ടനും മിർഷാന ഭോജനം ശമ്പളം എന്തോ ഒലക്കാടോ ഇത്? അതാ ഞാൻ ചോദിക്കുന്നത്, രോഷം കൊണ്ട് ചോദിക്കുന്നതാണ്. അതായത് മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുറെ കച്ചറകളുണ്ട്. അതായത് കുറെ മയക്കുമരുന്ന് കടത്തിയിട്ടും പിന്നെ കുറെ തുണിയൂരി കാണിച്ചിട്ടും പിന്നെ കുറെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ കാമഭ്രാന്ത് കൊണ്ട് നടക്കുന്നതും ഇങ്ങനെയുള്ള കുറെ ടീമുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല സുഖമാണ് എൻ്റെ അഭിപ്രായത്തിന്. അതായത് യുവമാറിയൊന്നും നോക്കാനൊന്നും ഒരു മനുഷ്യന്മാരെ ഇതല്ലേ ഒരാഴ്ച ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിങ്ങനെ ഒരാഴ്ച ഇങ്ങനെ ചർച്ച ചെയ്യും. വീണ്ടും എന്ന് പറഞ്ഞാൽ ഇതുപോലെ സംഭവങ്ങൾ വരും. തിരുവനന്തപുരം നെടുമങ്ങാടിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ നെടുമങ്ങാടിനടുത്ത് തന്നെയാണ് പണ്ടൊരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്താണ് ഇതുപോലെ തന്നെ ഒരു അമ്മയുടെ ആങ്ങളെയും അമ്മാവനും കൂടിയിട്ടുള്ള മറ്റേ ബന്ധം, ആ ബന്ധത്തിന്റെ പുറകിൽ കുഞ്ഞിനെ ഇതാക്കിയത്. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങ് മറന്നു പോന്ന്. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ആരും ആലോചിക്കുന്നില്ല. ഇന്നിപ്പോഴും ഈ ഒരു സംഭവം കണ്ടപ്പോഴും നമ്മൾ ആരെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും അന്വേഷിച്ചാ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടെയാണ്? അവരൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? അവരുടെയൊക്കെ ശിക്ഷ എന്താണ്? ഒന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. അതറിയാം നിങ്ങൾ? അതായത് ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയാണെന്ന് അതിനെ കണ്ടാൽ തന്നെ അറിയാം. അതിനെ ബോഡി ഷെയ്മിങ് ചെയ്യലല്ല കേട്ടാ. അതിന്റെ മോന്ത കണ്ടാ അറിയാറുണ്ട് അത് വേറൊരു കുരിപ്പാന്ന്. ആ തള്ളേന്റെ മോന്തയില്ലേ, അത് കണ്ടാ മനസ്സിലാവുമായിരുന്നു. അതായത് ആ കുഞ്ഞിനെ 2 കൈ ഒടിഞ്ഞു വരുമ്പോഴേ ഒരുത്തൻ ചോദിച്ചു, മറ്റേ ഒരു ഇൻഫ്ലുവൻസർ വന്ന് ചോദിച്ചു എന്താ പറ്റിയെന്ന്. അപ്പൊ വണ്ടിന്ന് വീണിട്ടാന്ന്, അതായത് ചെറിയ കളിവണ്ടിന്ന് വീണിട്ടാന്ന്. ഈ അമ്മ എന്ന് പറയുന്ന ഇതിന് കാമഭ്രാന്താണെങ്കിൽ ആ കുട്ടീനെ ഇതിന്റെ ആരെങ്കിലും ഏൽപ്പിച്ചോടെ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അമ്മത്തൊട്ടിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടായിക്കൂടെ? ഇവറ്റകൾ എല്ലാവരും കുറ്റക്കാരാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അയൽവാസികൾ, അതുപോലെ തന്നെ ബന്ധുക്കള്, പിന്നെന്ന് പറഞ്ഞ ഈ അമ്മൂമ്മ, എല്ലാവരും കുറ്റക്കാരാണ് എൻ്റെ അഭിപ്രായത്തിന്. അതായത് ഇതിൻ്റെ അകത്ത് ഇടപെടാത്ത എല്ലാവരും കുറ്റക്കാരാണ്. ആ കുഞ്ഞ് എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ അനുഭവിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദനായിട്ട് അത് കരയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഒരാൾ പോലും ഉണ്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ വലിയ വായിലിങ്ങനെ വർത്താനം പറയുമായിരുന്നു ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, ഇനി ഇത് ആവർത്തിക്കരുത് ഇന്ന് മണ്ണാങ്കട്ടിയാണ് നമ്മൾ പറയുന്നത്. ഇനിയും ഇതെന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഇതിനൊന്നും ഒരു അറുതിയും വരാൻ പോകുന്നില്ല. എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ ശാരീരിക സുഖം മാത്രമാണ്. ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് എന്ത് നീചകൃത്യവും ചെയ്യും. അതാണ്. അവനെ വിടാൻ പറ്റൂല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവന്റെ സുഖം കിട്ടിപ്പോയി അവിടുന്ന്. അതുകൊണ്ട് തന്നെ അവനെ വിടൂല. അവനെ വിടാതെ തൻ്റെ കുഞ്ഞിനെ എന്താ പറയണ്ട, തനിക്ക് അത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, അവനെ വിടൂല. അവന്റെ സുഖം അതെനിക്ക് വേണമായിരുന്നു. അവന്റെ സുഖം മാത്രം. തൻ്റെ ഭർത്താവിന് തരാൻ പറ്റാത്ത സുഖം തെച്ചു അവൻ തരുന്നുണ്ടായിരുന്നു. ആ ഈ നൈരിന്തിന ആ എരമ്പാളി, അതിനെ പേര് എന്താ അറിയേണ്ടത്? ആ ഈ വീഡിയോയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ നൈരിന്ത് അമ്മയാ പോലും ആയിരുന്നു. മനസ്സിലായിരുന്നു? ശരിക്കും കുറെ കൂതറകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, കുറെ കൂതറകൾ ഉണ്ടായിരുന്നു. 2ാം കെട്ട്, മണ്ണാം കെട്ട ഇറ്റങ്ങളിൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഓടി അടുത്തത് എന്നിട്ട് പിന്നെ അളക്കുമായിരുന്നു. ഒരുപാട് ഇനിയും പുറത്തു വരാനുണ്ട്. ഇനി ഒരുപാട് പുറത്തു വരൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, അയൽവാസികളായാലും നാട്ടുകാരായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ നിന്നും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആരെങ്കിലും അറിയിക്കേണ്ടവർക്ക് അറിയിക്കുക. ഇതിപ്പോ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാർ കൊണ്ടുപോകാന്ന് പറഞ്ഞതാവൂലും, പക്ഷെ അത് അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവർക്ക് വിട്ടുകൊടുക്കാതിരുന്നത് എന്തിനാണ്? ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോകളാണ്.
സൈക്കോ അല്ല, മറ്റേ കാമപ്രാന്താന്ന് ഈറ്റകൾക്ക് രണ്ടെണ്ണത്തിനും. ആ കാമപ്രാന്തിന് വേണ്ടിയിട്ടാണ് ഇവനെ വെച്ചുകൊണ്ടിരുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് പറയാനാണ്, എന്തു പറയാനാണ്, ഇത് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാം. ശരിക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ ജനങ്ങളുടെ മുന്നിൽ തന്നെ കൊടുക്കണമായിരുന്നു. അതാ വേണ്ടത്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒരു തെളിവെടുപ്പ്, ഇത് എന്തോ ഒലക്കക്കാരുടെ തെളിവെടുപ്പ്, അവറ്റകളയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയണ്ടത്, നമ്മളെ ആക്ഷൻ ഹീറോ ബിജുവില്ലേ, ഓനെപ്പോലെയുള്ള ആരെങ്കിലും ഇറക്കണമായിരുന്നു. അപ്പോഴേക്ക് പറയില്ല, അയ്യോ മർദ്ദിച്ചേ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വരുമല്ലോ. കാരണം ഈറ്റകളെ തൊടാനും പറ്റൂലല്ലോ, അതിന്റെ പ്രശ്നമാണ്. തൊട്ട് കഴിഞ്ഞാൽ പോലീസുകാർ കുടുങ്ങി. കാരണം വെച്ചാൽ ഈ നാട്ടുകാരെ നമുക്ക് എങ്ങനെയും വിശ്വസിക്കാൻ പറ്റൂല. പണ്ട് പിന്നെ അന്ന് പാലക്കാടൻകാറ്റ ഒരു വീട്ടമ്മേന ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തി. അവസാനം 2 കൊടുത്തപ്പോൾ ഓനെങ്കിൽ ചത്തുപോയി. അവൻ പ്രതിയല്ലേ, അവനൊക്കെ ജീവിക്കണ. അവൻ ചത്തോണ്ട് വലിയ ഗുണമായിന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അവരെ അനുഭവിച്ച വേദന അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് അവന്റെ കുടുംബത്തിന് നഷ്ടം വന്നു എന്നുള്ള തരത്തിൽ, അതായത് ഈ കള്ളൻ കൊലപാതകി അവന്റെ കുടുംബത്തിന് നഷ്ടം വന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാട്, അങ്ങനെയാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും പറയാനും പറ്റൂല. ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്. ഒരു ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഈ അച്ഛനമ്മമാർക്ക്, ഇപ്പൊ ഈ മുത്തശ്ശി ഇങ്ങനെ പറയുന്നില്ലേ, അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന്, ഇങ്ങനെ പറഞ്ഞിട്ടും അത് കേട്ടോണ്ടിരുന്നില്ല. എൻ്റെ പൊന്നു മുത്തശ്ശിങ്ങൾ, എന്നായി ഈ എന്നാ ഇതിന് വേണ്ടതായിരുന്നു ഒരു ഇത്ര പൊടിയില്ല ചോറാ, അത് ഇങ്ങനെയെങ്കിലും പറഞ്ഞോട്ടല്ലേ എന്നോടത്. എന്നിട്ട് അതൊക്കെ കേട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഞാൻ ഇത് പറയുന്നത് എന്തിനാ അറിയാം, ഇതുപോലുള്ള അലവലാദികൾ ഉണ്ടാവുമായിരുന്നു, കുറേ എണ്ണം ഉണ്ടാവുമായിരുന്നു ഇതുപോലെയുള്ള അലവലാദികൾ. അവറ്റകൾ എന്തെങ്കിലും കാര്യത്തിൽ ഇതുപോലെ പെരുമാറുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരുട്ടും പവർ കട്ടൊക്കെ വരുന്നതല്ലേ, എന്നിട്ടേ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ പറഞ്ഞു. അമ്മാതിരി തൊട്ടിത്തരല്ലേ ചെയ്യുന്നത്. എന്തൊരു തൊട്ടിത്തരാ ചെയ്തത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണമായിരുന്നു. അയ്യോ കഷ്ടം തന്നെയായിരുന്നു. എങ്ങോട്ടാ പോകുന്നത്, നമ്മുടെ നാടെങ്ങോട്ടാ പോകുന്നത്? നമ്മളിത് 2-3 ദിവസം ഇങ്ങനെ പറയാനായി, ഇനിയൊരു ചർച്ചയായി, ചാനൽ ചർച്ചയായി. ഇനി നാളെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ഒരു പ്രഹസനം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. എത്രയെത്ര ആൾക്കാർ ഇതെന്താ പറയാറെന്ന്, ഇതാരോടാ പറയാ, എങ്ങനെയാ പറയാ, എന്താ ഇതിനൊരു പ്രതിവിധി? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇവറ്റകളൊന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവകാശികളല്ലാത്തവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് തീറ്റിപ്പോറ്റുന്നത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കേണ്ടി വരും. എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, പുറത്തിറങ്ങുമ്പോൾ അവൻ ഞാൻ കൊലക്കേസ് പ്രതിയാണോ ഇന്ന് പോലും അറിയുന്നത്. കാരണം അത്രയും പരോള് പോലും അറിഞ്ഞ് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് നാരായണ കല്ലാക്കി വെച്ചിട്ടുകളെല്ലാം കൂടിയിട്ട് കുറേ എണ്ണം ഞാൻ രാഷ്ട്രീയക്കാർക്ക് തന്നെ പറയാം, ഈറ്റുകളെല്ലാം കൂടിയിട്ട് നാരായണ കല്ലാക്കി വെച്ചായിരുന്നു. മനസ്സിലായി? അത്രമാത്രം മോശപ്പെടുത്തി കളഞ്ഞായിരുന്നു. കുറെ കൂതറകൾ ഇറങ്ങിയിട്ടുണ്ട്, കൂതറകൾ തുണിയെ ചാട്ടാടാൻ വേണ്ടിയിട്ട് കുറെ കൂതറകൾ, അങ്ങനെയുള്ള കുറെ ടീമുകൾ. ഈറ്റുകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിയിട്ടാണ്. അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജീവന് ഭീഷണിയിലാണ്. പറയാൻ പറ്റൂല, മിണ്ടിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ചെയ്യോ. വളരെ മോശം. നെടുമങ്ങാട് നടന്ന ആ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ എഴുതിക്കോ. നന്ദി, നമസ്കാരം.